ഹലോ, അപ്പോൾ എല്ലാവരും വിഷുവായിട്ട് കണിയൊക്കെ വെച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കണി കണ്ടോ എല്ലാവരും? ഞങ്ങളും ദേ കണിയൊക്കെ കണ്ടു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ദേ പിള്ളേരെ കൂടെ കുറച്ച് നേരം കത്തിക്കാനും പൊട്ടിക്കാനൊക്കെ നിന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ വേഗം തന്നെ കുളിച്ച് റെഡിയായി അമ്പലത്തേക്ക് പോയി. അമ്പലത്തിൽ വീടിൻ്റെ അടുത്തുള്ള അമ്പലം തന്നെയാണ്. ഒരു ഭഗവതി ക്ഷേത്രം, ഒന്ന് ശിവൻ്റെ അമ്പലമാണ് കേട്ടോ, ഒന്ന് മാരിയമ്മയുടെ അമ്പലം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ അവിടെ ഇങ്ങനെ ഉപ്പ് കിട്ടും. ഉപ്പും ഒരു പാക്കറ്റ് ഉപ്പും ഒരു മഞ്ഞളിൻ്റെ ഒരു കഷ്ണവും, ഉണങ്ങിയ മഞ്ഞളിൻ്റെ കഷ്ണവും. ഇതാണ് എൻ്റെ ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് അനിയത്തി അങ്ങനെയൊക്കെ പറയും. പിന്നെ നേരത്തെ പറഞ്ഞ ഉപ്പിൻ്റെ കാര്യം. ഇതെന്തിനാണ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. ഞങ്ങൾ രണ്ടമ്പലത്തിൽ പോയി, രണ്ടമ്പലത്തിൽ നിന്ന് ഞങ്ങൾക്കത് കിട്ടി. എൻ്റെ ഒരു ഇത് വെച്ചിട്ട് പുതിയൊരു തുടക്കമാണല്ലോ, അപ്പോൾ ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയൊക്കെ ഒരു പ്രതീകമായിട്ടായിരിക്കും അത് കൊടുക്കുന്നുണ്ടാവുക, ഉപ്പും മഞ്ഞളൊക്കെ. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം അച്ഛൻ്റെ നിന്നൊക്കെ കൈനീട്ടം വാങ്ങി. അച്ഛൻ മാത്രമല്ല, ചെറിയച്ഛനുണ്ടായിരുന്നു. എല്ലാവരും നിന്നും കൈനീട്ടമൊക്കെ വാങ്ങി. അപ്പോൾ എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും വിഷുദിനാശംസകൾ.